നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മകയിരം നാളിൻ്റെ കാര്യമെടുക്കുമ്പോൾ 2 കൂറാണ്. മകയിരം ആദ്യ പകുതി ഇടവക്കൂറും രണ്ടാം പകുതി മിഥുനക്കൂറും. അപ്പോൾ ഇടവക്കൂറിലെ മകയിരംകാർക്ക് 3ലേക്കുള്ള വ്യാഴത്തിൻ്റെ വരവും മിഥുനക്കൂറിലെ മകയിരംകാർക്ക് 2ലേക്കുള്ള വ്യാഴത്തിൻ്റെ വരവുമാണ് നടക്കാൻ പോകുന്നത്. ഇത് രണ്ടും തമ്മിൽ പൊതുവെ സാമാന്യമായിട്ട് വ്യത്യാസം ഉണ്ടാകേണ്ടതാണ്. ഇവിടെ വ്യാഴം ഉച്ചരാശിയിലാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് ഫലത്തിൽ കുറേയൊക്കെ ഗുണങ്ങളാണ് രണ്ടു കൂട്ടർക്കും വരിക. മകയിര നാളുകാർക്ക് വളരെ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കും. തൊഴിൽപരമായിട്ട് ഉയർച്ച കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വൈകാതെ അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലൂടെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല തൊഴിൽ മേഖലയിൽ എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുരോഗതി വരും. അവനവൻ്റെ ശരിയായ പ്രയത്നം കൊണ്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തൊഴിൽ മേഖലയെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല നിലയിൽ എത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ വളരെ ഉയർച്ചയും അഭിവൃദ്ധിയും കൈവരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ദീർഘകാലമായി മനസ്സിൽ കാണുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചനകളും മറ്റും നടക്കുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് എന്ന് പറയാം. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് സന്തോഷം അനുഭവപ്പെടുന്നതും ആണ്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഏറ്റവും ഉത്തമമായ വ്യാഴപ്രീതി കർമ്മങ്ങൾ കണ്ടെത്തി അനുഷ്ഠിക്കേണ്ടതാണ്.